വെൽക്കം ടു മൈ വേൾഡ് ഈസി ക്രാഫ്റ്റ്. കഴിഞ്ഞ വീഡിയോയിൽ നീഡിലിനെ കുറിച്ചും ചെയിൻ സ്റ്റിച്ചിനെ കുറിച്ചും അതിന് പ്രാക്ടീസ് ചെയ്യേണ്ട ഡിസൈനിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണാത്തവർക്കായി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഇട്ടിരിക്കാം. ഇന്ന് ആരി സ്റ്റിച്ചിലെ ക്രീപ്പിംഗ് ചെയിൻ സ്റ്റിച്ചിനെ കുറിച്ചുള്ള വീഡിയോ ആണ്. ക്രീപ്പിംഗ് ചെയിൻ സ്റ്റിച്ചിൽ നമ്മൾ മെയിനായിട്ട് ഇതുപോലുള്ള 3 ഡിസൈനാണ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ഫസ്റ്റ് ഡിസൈനിൽ നമുക്ക് കർവ് പ്ലേസിൽ എങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്ന് നോക്കാം. സാധാരണ ചെയിൻ സ്റ്റിച്ച് തന്നെയാണ് ഇവിടെയും നമ്മൾ ചെയ്യുന്നത്. ഈ ഡിസൈനിൽ കുഞ്ഞു കുഞ്ഞു ചെയിൻ സ്റ്റിച്ച് ചെയ്താൽ ഡിസൈൻ കറക്റ്റായിട്ട് വരും. മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് നീഡിലിൻ്റെ ഹെഡർ പാർട്ട് ഡിസൈനെ നോക്കി ഇരിക്കേണ്ടതാണ്. ഓരോ കർവ് പ്ലേസ് കഴിയുമ്പോഴത്തേക്കും ഡിസൈനെ നോക്കി നീഡിൽ തിരിക്കേണ്ടതാണ്. അടുത്തതായി സെക്കൻഡ് ഡിസൈനിൽ നമുക്ക് കോർണർ പ്ലേസിൽ സ്റ്റിച്ച് ഷേപ്പ് എങ്ങനെ വരണമെന്ന് നോക്കാം. സാധാരണ ചെയിൻ സ്റ്റിച്ച് തന്നെയാണ് ഇവിടെയും നമ്മൾ ചെയ്യുന്നത്. ഇവിടെയും കുഞ്ഞു കുഞ്ഞു ചെയിൻ സ്റ്റിച്ച് ഡിസൈനിൽ ചെയ്യണം. കോർണർ എത്തുമ്പോൾ സാധാരണ കുഞ്ഞു ചെയിൻ സ്റ്റിച്ചിൽ നിന്നും വീണ്ടും കുഞ്ഞു ചെയിൻ സ്റ്റിച്ച് അഥവാ ചെയിൻ ലോക്ക് ഇട്ട് താഴോട്ട് നൂലെടുത്ത് വീണ്ടും കണ്ടിന്യൂ ചെയ്യുക. ഇവിടെയും നീഡിലിന്റെ ഹെഡ് ഡിസൈന് നോക്കി തിരിക്കണം. ഇവിടെ ഓരോ കോർണർ എത്തുമ്പോഴും നീഡിൽ തിരിക്കുന്നത് നിങ്ങൾക്ക് വീഡിയോയിലൂടെ മനസ്സിലാകും. അടുത്തതായി തേർഡ് ഡിസൈൻ നമുക്ക് നോക്കാം. ഒരു ചെടിയുടെ വള്ളി പോലെ തോന്നും. ഇതിൽ കർവും കോർണർ ഷേപ്പും നമുക്ക് കാണാം. പിന്നെ ചെയിൻ സ്റ്റിച്ച് കൂട്ടിമുട്ടുന്ന പ്ലേസുകളും കാണാം. ഇവിടെയും കുഞ്ഞു കുഞ്ഞു ചെയിൻ സ്റ്റിച്ച് നമ്മൾ മുൻപത്തെ ഡിസൈനിൽ ചെയ്തതുപോലെ കൊടുക്കുക. ലീഫിന്റെ കോർണറിൽ എത്തുമ്പോൾ ഒരു ചെയിൻ ലോക്ക് അല്ലെങ്കിൽ കുട്ടി ചെയിൻ കൊടുത്ത് കണ്ടിന്യൂ ചെയ്യുക. ഡിസൈനിൽ കൂട്ടിമുട്ടുമ്പോൾ അതിന് മുകളിലൂടെ ചെയിൻ സ്റ്റിച്ച് കൊടുത്ത് മുൻപോട്ട് പോയാൽ മതിയാകും. ഇവിടെയും നീഡിലിന്റെ ഹെഡ് ഡിസൈന് നോക്കി തിരിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് ഈ ക്രീപ്പിംഗ് ചെയിൻ സ്റ്റിച്ച് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. Please like my video, share your friends, subscribe. Thanks for watching.